സൂപ്പർ ബമ്പർ കോപ്പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. നമസ്കാരം. സി കേരളം സൂപ്പർ ബമ്പറിന്റെ പുതിയ എപ്പിസോഡ് നമ്മൾ ഇവിടെ തുടങ്ങാൻ പോവാണ്. തിരുവല്ലയിൽ. എന്തിനാണ് തിരുവല്ലയിൽ ഇത്ര ചുള്ളനായിട്ട് മീശയൊക്കെ പിരിച്ചു വെച്ച് ഞാൻ വന്നിരിക്കുന്നതെന്നല്ലേ? വെരി സിമ്പിൾ. ഇവിടെ ഒരു കിഡിലൻ വിമൻസ് കോളേജ് ഉണ്ട്. അവിടേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. 13 കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിമൻസ് കോളേജാണ്. ഇതിനിടയിൽ 35 റാങ്കുകൾ അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. സെന്റ് മേരീസ് കോളേജ് ഫോർ വുമൻസ്. സി കേരളം സൂപ്പർ ബമ്പർ കോപ്പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ സെന്റ് മേരീസ് കോളേജ് ഫോർ വുമണിലാണ് നടത്താൻ പോകുന്നത്. ഇവിടെ കണ്ടില്ലേ, ഒരുപാട് പുലിക്കുട്ടികൾ നമുക്ക് ചുറ്റും അണിനിരന്ന് നിൽക്കുകയാണ്. എന്നെ കടിച്ചു കയറാനാന്നാ തോന്നണേ? ആന്നോ? ഗെയിമാണെന്ന് അറിയാലോ അല്ലേ നമ്മുടെ പരിപാടി? ചോദ്യവും ഉത്തരവൊന്നുമല്ല, ഫുൾ മത്സരങ്ങളാണ്. ഇഷ്ടമല്ലേ ഗെയിംസ് ഒക്കെ കളിക്കാനായിട്ട്? പിന്നെ നിങ്ങളുടെ പാട്ടും ഡാൻസും ബഹളവും ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ട് ഉഷാറാക്കും. ഈ ഇടയിൽ നിൽക്കുന്നത് ഇവിടുത്തെ സ്റ്റുഡൻസ് ആണോ? കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ടീച്ചേഴ്സ്, അവർക്കുള്ള പണിയൊക്കെ അപ്പോൾ ബാലൻസ് ആണ് ഇവിടെ. ഇന്ന് നിങ്ങളുടെ ദിവസമാണ്. ഓക്കെ, ഒരു നല്ല ഗൈഡ് നിങ്ങൾക്ക് തന്നെ കൊടുത്തേ. അടിപൊളി. ഇനി നിങ്ങളുടെ ടീച്ചേഴ്സിന് കൊടുത്തേ. പാവങ്ങൾ, എനിക്ക് തോന്നുന്നു ഇവിടെ കുട്ടികളൊക്കെ കൂടുതൽ ടെൻഷൻ അടിച്ചേക്കുന്ന ടീച്ചേഴ്സ് ആണെന്ന് തോന്നുന്നു. എന്താണ് ഇത്ര ടെൻഷൻ അടിച്ചേക്കുന്ന ടീച്ചേഴ്സ്? നമുക്ക് ടീച്ചേഴ്സിനോട് ചോദിച്ചു നോക്കാം. എന്തായാലും ഒന്ന് ഗൈഡ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് നല്ലൊരു ഗൈഡ്. എന്താണ് ഈ ടീച്ചറിന്റെ പേര്? അർച്ചന. അർച്ചന. ഗേളി. ഈ ഗേൾസ് സ്കൂൾ ആയതുകൊണ്ടാണോ ഈ ഗേളിന്ന് പേര്? ആണല്ലേ. ശ്രീകല. പ്രീതി. സ്മിത. ടീച്ചേഴ്സിന്റെ ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു അടിപൊളി പെർഫോമൻസ് തുടക്കം തന്നെ. ഒരു നല്ല അടിപൊളി പാട്ട് എനിക്ക് ആരാ പാടിത്തരാ ഈ കൂട്ടത്തില്? ആ പേരൊന്ന് ഉറക്കെ പറഞ്ഞേ. ഷമീമ എന്തായാലും ടീച്ചർമാർക്ക് വേണ്ടിയിട്ടാണ് പാടാൻ പോകുന്നത്. റെഡി? ഷമീമ തുടങ്ങിയാലോ? ഹരബ് നര അമരസുര ആരിരജ തുജനംഗ ചിത്രപപജം അഗത്തുത്തിട്ടാണി മഹക്കണക അനുദിന കതിർപടി ഭദ്രപട സഹബുകൾ അനുദിന കതിർപടി ഭദ്രപട സഹബുകൾ ചിങ്കകൾ ബർക്കപ്പത്തിട്ടർ ബേത്തിപ്പെട്ടാന കുരശികൾ ഹലറിലെ നലറിലെ ഇരഹര ഹരിനന്ദം. ഇവിടെ ഏതാ പഠിക്കുന്നത്? ബികോം FT. ഈ FT എന്നൊക്കെ പറഞ്ഞ എന്താന്ന് എനിക്കറിയില്ല. അത്രയും വലിയ കാര്യങ്ങളായിരുന്നോ? ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ പോവാണല്ലോ ഇവിടുന്ന്. സി കേരളം സൂപ്പർ ബമ്പറിന്റെ ഗെയിം ഷോ അപ്പോൾ നമ്മൾ സെന്റ് മേരീസ് കോളേജിൽ തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ നിയമങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം എന്ന് വിശ്വസിക്കുന്നു. എന്നാലും ഒരിക്കൽ കൂടി നമുക്ക് ആ നിയമങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. സൂപ്പർ ബമ്പർ നേടണമെങ്കിൽ 6 കടമ്പകളാണുള്ളത്. ആദ്യ റൗണ്ട് 120 സെക്കൻഡാണ് സമയം. വിജയിക്ക് 1000 രൂപ ലഭിക്കും. ഈ പണം നിങ്ങൾക്ക് സ്വന്തമായി കിട്ടുന്നതാണ്. രണ്ടാം റൗണ്ട് 100 സെക്കൻഡാണ് സമയം. വിജയിക്ക് 2000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാം റൗണ്ട് 80 സെക്കൻഡാണ് സമയം. വിജയിക്ക് 3000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാം റൗണ്ട് 60 സെക്കൻഡാണ് സമയം. വിജയിക്ക് 5000 രൂപ ലഭിക്കും. മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാം റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിക്ക് 10000 രൂപ ലഭിക്കും. എന്നാൽ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാം റൗണ്ട് 20 സെക്കൻഡാണ് സമയം. അതായത് സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിക്ക് 25000 രൂപ ലഭിക്കും. ഇതിൽ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 10000 രൂപയാണ്. അപ്പോൾ ഈ കാണുന്ന ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ നിയമങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെ അനുസരിച്ച് നല്ല ഉഷാറായിട്ട് മത്സരിച്ചാൽ 25000 രൂപ വരെ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. നമ്മളപ്പോൾ ഒരു 5 പേരോളം, 5-ൽ കൂടുതൽ ആളുകളെ ഇവിടെ നിന്നൊന്ന് ഗ്രൂം ചെയ്ത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും നമ്മൾ ലോട്ട് എടുത്തിട്ടുള്ളവർക്കാണ് ഇവിടെ മത്സരിക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ആ ഭാഗ്യവതി ആരാണ്, ആദ്യത്തെ ഭാഗ്യവതി ആരാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ലോട്ട് എടുക്കാനുള്ള സമയമാണ്. അതിനായിട്ട് നമുക്കൊരു ടീച്ചറെ തന്നെ വിളിക്കാം. അതല്ലേ നല്ലത്? അപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. ഒരു ടീച്ചറിങ് വന്നേ, പെട്ടെന്നായിക്കോട്ടെ. എന്താണ് ടീച്ചറിന്റെ പേര്? എന്റെ പേര് അർച്ചന. അർച്ചന. തന്നെയാണല്ലേ. ഇവിടെ ഏത് വിഷയം പഠിപ്പിക്കുന്നത്? കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഈ ടീച്ചർ എങ്ങനെയാണ്? ഉഷാറാണോ? നിങ്ങളുടെ അടുത്ത് ചൂടാവാറൊക്കെ ഉണ്ടോ? ഇല്ലേ? ഇപ്പോഴത്തെ സത്യം പറഞ്ഞ ടീച്ചർമാർക്ക് പേടിയാണ് കുട്ടികളോട് ചൂടാവാൻ അല്ലേ? അങ്ങനെയൊന്നുമില്ല. ചൂടാവണം എന്നൊക്കെ വിചാരിച്ചാൽ അല്ലേ ചൂരിലൊക്കെ എടുക്കും. ഇവിടെ ചൂരിലെടുക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ അതിന്റെ ആവശ്യമില്ല. എല്ലാം നല്ല പിള്ളേരാ. അച്ഛോ, നല്ല പിള്ളേരാന്നോ?
നല്ല കൈഡി, അടിപൊളി. ടീച്ചർ പാട്ട് ഡാൻസ് പരിപാടികൾ എന്തെങ്കിലും? ഡാൻസും കളിക്കും, പാട്ടും പാടും? പാട്ട് പാടാറുണ്ട്. ആണല്ലേ? ഡാൻസ് ഒഴിവായി നൈസിന്. വളരെ ബുദ്ധിപരമായിട്ട് ഒഴിവായി. എന്നാ നമുക്ക് അർച്ചന ടീച്ചറിനെ കുറിച്ച് ഒരു പാട്ട് പാടിപ്പിക്കാം, എന്നിട്ട് ലോട്ടെടുക്കാം. ഒരു 2 വരി നമുക്ക് വേണ്ടിയിട്ട്. കണ്ണിൽ കത്തും ദാഹം ഭാവജാലം പീലി നീർത്തി വർണ്ണങ്ങളാൽ മേലെ കതിർമാല കൈകൾ നീട്ടി സ്വർണ്ണത്തേരേറി ഞാൻ തങ്കത്തിങ്കൾ പോലെ ദൂരെ ആകാശ നക്ഷത്രപ്പൂക്കൾ തൻ തേരോട്ടം ലലലലല മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. അരെ വാ! ഇന്ന് നമ്മുടെ സി കേരളത്തിന് വേണ്ടിയിട്ടും നല്ലൊരു പെർഫോമൻസ് തന്ന നമ്മുടെ അർച്ചന ടീച്ചർക്ക് ഒരു യോഗ എടുത്തേ. അപ്പൊ നമ്മുടെ സി കേരളം സൂപ്പർ ബമ്പറിൽ ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥി ആരാണെന്ന് അറിയാനുള്ള ലോട്ട് എടുക്കാൻ പോവാണ്. ടീച്ചറെ ഐശ്വര്യമായിട്ട് ഇതിന്ന് ഒരാളെ എടുത്തിട്ട് എൻ്റെ കയ്യിലേക്ക് തന്നോളൂ. അപ്പോൾ എന്തായാലും ഇത് നോക്കി ഞാൻ വായിച്ചോളാം. ഇടയ്ക്ക് ഞാൻ വിളിക്കും, ഇടയ്ക്ക് വന്നിട്ട് ഒരു പാട്ടും കൂടിയൊക്കെ പാടിത്തരണം കേട്ടോ. അടിപൊളിയായിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ അർച്ചന ടീച്ചർ ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥിയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അത് ആരായിരിക്കും? ഒരുപാട് വഹിക്കണ്ട, ഞാൻ തന്നെ പറഞ്ഞേക്കാം. കാരിൻ. അപ്പൊ നമ്മുടെ ആദ്യത്തെ മത്സരാർത്ഥി ഇവിടെ എത്തിയിരിക്കുകയാണ്. കാരിൻ, നമസ്കാരം. കാരിൻ, ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ട്. അതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. നമ്മൾ എന്താ പറയാ, വീട്ടിലിരിക്കുമ്പോഴായാലും സ്കൂളിലായാലും ഒക്കെ കുറച്ച് നേരം പുറത്തേക്ക് മുറ്റത്തേക്ക് കളിക്കാൻ ഇറങ്ങുമല്ലോ, ബോളും ബാറ്റും ഒക്കെ എടുത്തിട്ട്. അങ്ങനത്തെ ഒരു സംഭവമാണെന്ന് മാത്രം കരുതിയാൽ മതി. ഓക്കെ, പക്ഷെ ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മാനമായിട്ട് കുറച്ച് ക്യാഷ് ഒക്കെ തരും. 27 രൂപ വെറുതെ എടുത്തത്. അതാണ് അതിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഓക്കെ, കാരിൻ ഇവിടെ ഏതാ പഠിക്കുന്നത്? ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരാ, ഫിനാൻസിന്റെ ആൾക്കാരാ. അപ്പൊ എന്തായാലും പൈസ കൊടുത്തേ പറ്റുള്ളൂ. തേർഡ് ഇയർ ആണോ? പോവാൻ പോവാണ്. ആരെയായിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാ പോകുമ്പോ? ഫ്രണ്ട്സ് അല്ല, അതിൽ ഒരാളെ പറയുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഇപ്പോഴത്തെ ക്ലാസ് ടീച്ചർ ഗേളി മിസ്സിനെ. ഗേളി ടീച്ചറെ, അമ്പോടാ, ഒന്നിങ്ങ് വന്ന് എന്തായാലും ഒന്ന് പരിചയപ്പെട്ടേക്കാം. അപ്പോ ഇതാണ് നമ്മുടെ കാരിന് മിസ് ചെയ്യാൻ പോകുന്ന മിസ്, ഗേളി മിസ് അല്ലേ മിസ്സേ? അതെ. ഓക്കെ, എന്തായിരിക്കും അങ്ങനെ മിസ് ചെയ്യാനുള്ള കാരണം മിസ്സേ? അറിയത്തില്ല, അത് കാരനോട് തന്നെ ചോദിക്കണമല്ലോ. അല്ല, എന്നാലും സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് ഒക്കെ കാണുമല്ലോ മിസ്സേ. എന്താ കാരൻ, എന്താ കാര്യം, എന്താ കാരണം എന്താണ്? മിസ് ഭയങ്കര ഫ്രണ്ട്ലിയാ. ഞങ്ങൾക്ക് പേടിയുണ്ട്, ബട്ട് അതുപോലെ തന്നെ ഭയങ്കര ഫ്രണ്ട്ലിയാ, എല്ലാത്തിനും കൂട്ടി നിൽക്കും. ആഹാ, ടീച്ചർ പുലിയാണ്, ഭയങ്കര പുലിയാണ്. അപ്പൊ ഒരു കൈഡി കൊടുത്തേ. ആദ്യത്തെ മത്സരാർത്ഥിയാണ്, ഒരു ഓൾ ദ ബെസ്റ്റ് കൊടുത്തോളൂ. ഓക്കെ, കൺഗ്രാറ്റ്സ്, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ നമ്മുടെ ഗെയിമിന്റെ നിയമം കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇനി നമുക്ക് ലോട്ട് എടുക്കേണ്ടതുണ്ട്. നമുക്ക് ആ ചടങ്ങിലേക്ക് കിടക്കാം. റെഡി? സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ ആദ്യത്തെ മത്സരാർത്ഥി ഇവിടെ റെഡി. നമ്മുടെ 2 പെട്ടികളും ഇവിടെ റെഡിയാണ്. അപ്പൊ കാരൻ, ഇതാണ് പണപ്പെട്ടി. അതിനെ പണിപ്പെട്ടി എന്നാണ് നമ്മൾ പറയുന്നത്. അതിലാണ് പണികൾ നമ്മൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം അതിൽ നിന്നൊരു ഗെയിം നമ്മൾ സെലക്ട് ചെയ്യുന്നു, ലോട്ട് എടുക്കുന്നു, ആ ഗെയിം നമ്മൾ മത്സരിക്കുന്നു, ജയിക്കുന്നു, സമ്മാനം പൈസ നമ്മൾ മേടിക്കുന്നു. എന്തായാലും വളരെ സിമ്പിൾ. ഒരു കൈയടി കൊടുത്തേ, ഞങ്ങൾ ലോട്ട് എടുക്കാൻ പോവാണ്. വാ, ആദ്യത്തെ മത്സരം എടുക്കാം എന്തായാലും. തലമാറ്റം എന്നാണ് കാരിന് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ മത്സരത്തിന്റെ പേര്. നമ്മളൊരു 3 ഫ്രണ്ട്സിനെ വിളിക്കണം. ഇവിടെ കുറേ വളയങ്ങൾ ഉണ്ടാവും, അത് മൂവ് ചെയ്യാനും ഉള്ള സ്റ്റാൻഡും കാര്യങ്ങളും ഉണ്ടാവും. താങ്കൾ തല കൊണ്ട് ഒരു വളയം ഇങ്ങനെ എടുത്തിട്ട് പയ്യെ പയ്യെ നടന്നു വന്നിട്ട് ഒരു കൂട്ടുകാരത്തിന്റെ തലയിൽ ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ 2 കൂട്ടുകാരികൾ ഇവിടെ വളയം പിടിച്ചിരിപ്പുണ്ടാവും. ആ വളയത്തിന്റെ ഉള്ളിൽ കൂടെ നൂഴിഞ്ഞ് കയറി ഇറങ്ങി വന്നിട്ട് ഇത് വീണ്ടും തലയിൽ എടുത്തിട്ട് തിരിച്ച് അവിടെ കൊണ്ടുപോയി ഇടുന്നു. എന്താ അടിപൊളി ഗെയിമാണല്ലേ! ആദ്യത്തെ ഗെയിം കിട്ടിയിരിക്കുന്നത്. 120 സെക്കൻഡ് സമയമുണ്ട്, അതായത് 2 മിനിറ്റ് വരും. റെഡി അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ കാരിന് വേണ്ടിയിട്ട് 1000 രൂപ കൊടുക്കാനുള്ള ആദ്യത്തെ മത്സരം നമ്മൾ തുടങ്ങുന്നു. തല മാറ്റം. സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ ആദ്യത്തെ മത്സരം നമ്മളിവിടെ തുടങ്ങാൻ പോവുകയാണ്. കാരിൻ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ?
അടിപൊളി. മൊത്തത്തിൽ കളർഫുൾ ആയിട്ടുണ്ട്. പക്ഷെ ആ അടിപൊളിക്ക് ഒരു ഉഷാറ് പോരല്ലോ, എന്ത് പറ്റി? കണ്ടിട്ട് പേടിയാവുന്നു. എന്തായാലും നമുക്ക് ഈ ഗെയിം കളിക്കാൻ വേണ്ടി 2 ആളെ കൂടി ആവശ്യമുണ്ട്. ഒരു 2 കൂട്ടുകാരിമാരെ വിളിച്ചോളൂ. അമ്മു അമ്മു വേഗം വാ. അമ്മു ആണ് ആദ്യത്തെ കൂട്ടുകാരി. ഒരു നല്ല കൈഡി കൊടുത്തേ അമ്മുവിന്. ഇനി ഒരാളെയും കൂടി വേണം. അതാരായിരിക്കും വിളിക്കാം? രേഷ്മ. ഓക്കെ, അപ്പോ കാരന്റെ കൂടെ ആദ്യം മത്സരിക്കാൻ പോകുന്ന 2 പോരാളികൾ അമ്മുവും രേഷ്മയുമാണ്. അമ്മു എന്തിനാ പഠിക്കുന്നത് ഇവിടെ? ബികോം ഫിനാൻസ് ആൻഡ് ടാക്സ്. എല്ലാവരും ഇതവിടെ ഇവിടെ ഈ ഒരു വിഷയം പഠിപ്പിക്കുന്നുള്ളോ? ഇവിടെ മലയാളവും ഇംഗ്ലീഷും സയൻസും ഒന്നും ഇല്ലേ? ഓക്കെ, അടുത്തത് ബയോടെക്നോളജി. സമാധാനായി, പുതിയൊരു വിഷയം കിട്ടി. ബയോടെക്നോളജിക്ക് ഒരു കൈയടി. ഗെയിം മനസ്സിലായോ നിങ്ങൾക്ക്? എന്നാലും ഒന്നും കൂടി പറഞ്ഞുതരാം. അവിടെ കുറച്ച് വളയങ്ങൾ ഇരിക്കുന്നുണ്ട്, കണ്ടോ? ആ സൈഡിലിരിക്കുന്നത് അത് നമ്മുടെ നായിക കാരൻ തലയിൽ ചുമന്നുകൊണ്ട് വരും. അപ്പോൾ ഒരാൾ ഇവിടെ ഒരു വളയം പിടിച്ചിട്ടിരിക്കണം, ഒരാൾ ഇവിടെ നിൽക്കണം. ഈ അതാരായിരിക്കും? ഇവിടെ നിൽക്കുന്ന ആരായിരിക്കും? നിന്നോളാം, റെഡിയാണ്. അപ്പോൾ ഇരിക്കുന്നത് സ്വാഭാവികമായിട്ട് അമ്മു ആയിരിക്കുമല്ലോ. അപ്പോൾ നിൽക്കുന്ന ആൾ തല കൊണ്ട് തന്നെ അതിങ്ങനെ കോർത്ത് മേടിച്ച് തലയിൽ ബാലൻസ് ചെയ്ത് ഇവിടെ വന്ന് കുറച്ചുകൂടി നീങ്ങി നിൽക്കുക. ആ ഗ്യാപ്പിനുള്ളിൽ കാരൻ ഈ വളയത്തിനുള്ളിൽ കൂടെ നടന്നു വന്നിട്ട് ഇത് വീണ്ടും തലയിൽ നിന്നും തലയിലേക്ക് കളക്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി തൂക്കും. ഓക്കെ, 120 സെക്കൻഡാണ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത് 1000 രൂപ സ്വന്തമാക്കാൻ. ഈ 120 സെക്കൻഡിനുള്ളിൽ ഇവർ ചെയ്യേണ്ടത് 3 എണ്ണം അങ്ങനെ അവിടെ എത്തിക്കുക എന്നുള്ളതാണ്. ഇക്കരയിൽ നിന്നും അക്കരയിലേക്ക് 3 എണ്ണം എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ ഇവരാകെ ടെൻഷൻ അടിച്ചേക്കാണ്. ടെൻഷൻ മാറ്റാൻ ആരെങ്കിലും ഒരു പാട്ട് പാടിയെന്നാ? രേഷ്മ നമുക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടിത്തരും. അല്ലിമലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ നിലാവിൽ ദൂരെയൊരാൾ മരച്ചോട്ടിലിരുന്നു മാരിവിൽ ഗോപുരമാളിക തീർത്തു അതിൽ നാം ഒന്നായി ആടിപ്പാടി അല്ലിമലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൻ നിലാവിൽ. അടിപൊളി, റെഡിയല്ലേ കാരനെ? ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. ഒന്ന് കൈയടിച്ചേ. ബാലൻസ്. അടിപൊളി അടിപൊളി. പോരട്ടെ, പതുക്കെ പതുക്കെ വെച്ചു. നിലത്ത് വീഴില്ലേ. അത് തന്നെ. മുട്ട്. പോരട്ടെ. കുറച്ചുകൂടി താന്നു കൊടുക്ക്. അതന്നെ. അടിപൊളി 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 അടിപൊളി. പോയി അച്ചോടാ. എടുത്തോ, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചോ. ഓടി വാ, സമയങ്ങളല്ലേ. എന്നിട്ട് ടീച്ചറെ ഓർമ്മ കൂടി എടുത്തു കൊടുത്ത ടീച്ചർ അത് തന്നെ എടുത്തു കൊടുത്തോ. ഓക്കെ, ഒന്ന് പ്രോത്സാഹിപ്പിച്ചേ. അതന്നെ. അതേ സിമ്പിൾ. ഇനി അതിൻ്റെ ഉള്ളിലൂടെ നൂഴിന്ന് ഇത്തിരി താഴ്ത്തി കൊടുത്തോ. അത് തന്നെ. ഇടത് മാറി. അടിപൊളി അടിപൊളി. ഇപ്പുറത്തെത്തി, കാരൻ ഇപ്പുറത്തെത്തി. അടിപൊളി. കഴുത്തിലെത്തിയിട്ടുണ്ട്. ഇനി കൈ ബാക്കി കെട്ടിയ കുറച്ചുകൂടി ബാലൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി അത് എന്റെ ദൈവം എങ്ങനെയാണോ ഈ കൊച്ചിന്റെ അതിന്റെ ഉള്ളിൽ കൂടെ. ബുദ്ധിമതി. അടിപൊളി അടിപൊളി അടിപൊളി. നല്ലൊരു കേടി. കാരൻ വേഗം രണ്ടാമത്തെ എടുക്ക്. ഇടത് മാറി നുഴഞ്ഞു നീങ്ങി. അതിപ്പോ സിമ്പിൾ പരിപാടിയായി പോയല്ലോ. വളരെ വലുതായോ? പോരട്ടെ. രണ്ടാമത്തെ കൈ പറയി കിട്ടിയ കുറച്ചുകൂടി ബാലൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ വെരി സിമ്പിൾ. ടെൻഷനൊക്കെ പോയി. കൈയിടിക്ക്. ഒരു ആപ്പൊക്കെ വിളിക്കും ഇവർക്ക് വേണ്ടിട്ട്. കാരൻ. അതന്നെ. വെരി സിമ്പിൾ. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്നും കൂടി കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാവും. കിട്ടും. ഏലമ്പടി. വെരി സിമ്പിൾ. തിരിച്ചു പോരില്ല, അവിടെ തന്നെ. ഏലമ്പടി. അടിപൊളി 2. ഇനി ഒരെണ്ണം കൂടി ഉള്ളൂ. ഒരെണ്ണം കൂടി വെച്ചാൽ മതി. 1000 രൂപ നിങ്ങളുടെ കയ്യിലാണ്. പോരട്ടെ, ഒരെണ്ണം കൂടി വെച്ചു കൊടുക്കും. അത് തന്നെ. വേനർക്ക് ഇനി കൗണ്ട് ഡൗണിനുള്ള സമയമാണ് കേട്ടോ. ഞാൻ കൗണ്ട് ഡൗൺ തുടങ്ങാൻ. ഓക്കെ. അടിപൊളി. ഇനി ഞാൻ കൗണ്ട് ഡൗൺ തുടങ്ങുകയാണ്. 10 9 8 7. വെരി സിമ്പിൾ. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പിച്ചു. ആര് കുഴപ്പിച്ചു? ആണല്ലേ.
എന്തായാലും ഗംഭീര മത്സരമായിരുന്നു. നമ്മുടെ കാരിന് ആദ്യത്തെ മത്സരം വിജയിച്ചിരിക്കുകയാണ്. 1000 രൂപ സമ്മാനമായിട്ട് കിട്ടിയിരിക്കുകയാണ്. നമ്മളിനി 2000 രൂപയുടെ റൗണ്ടിലേക്ക് പോവും. 1000 രൂപ നമ്മളിപ്പോൾ തന്നെ തരുന്നതായിരിക്കും. അതിനു മുമ്പ് ഷോർട്ട് ബ്രേക്ക് എടുക്കുകയാണ് നമ്മൾ. ഇത് സി കേരളം സൂപ്പർ ബമ്പർ കോ-പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ കോ-പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. കാരിൻ, ഇപ്പൊ എത്ര രൂപ കിട്ടിയിട്ടുണ്ട്? 1000. അതൊക്കെ നല്ല ഓർമ്മയുണ്ട്. 1000 രൂപ. ഈ 1000 രൂപ ഞാൻ തരാം. അതിനു മുമ്പ് ഒരു ചോദിക്കട്ടെ, ഒരു 25,000 10,000 ഒക്കെ അടിച്ചാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവർക്കൊക്കെ പോകുന്ന വഴിക്ക് ഒരു ചെലവ് ചെയ്തിട്ട് പോകും. എന്തായാലും തേർഡ് ഇയർ അല്ലേ, എന്താണ് പ്ലാൻ? ഒരു ട്രിപ്പ് പോകണമെന്നുണ്ട്. ഇവരെല്ലാരും കൊണ്ടുപോകും? അല്ല തന്നെ. സിംഗിൾ. ഓക്കെ, എവിടേക്കാണ് ആ പ്ലാൻ? ഗോവ. ഗോവ. ദൈവമേ, വൻ കൈഡി. ഒറ്റയ്ക്ക് ഗോവയ്ക്ക് പോകാൻ പോണോ? അപ്പോ എന്തായാലും കാരിൻ ഗോവയ്ക്ക് പോകുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. തൽക്കാലം നമുക്ക് 1000 രൂപ അങ്ങോട്ട് കൊടുത്താലോ? അപ്പൊ കാരിനുള്ള 1000 രൂപ നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് 2000 രൂപയ്ക്കുള്ള ഗെയിം കാരിന് കൊടുക്കാൻ പോവാണ്. ഈ 2000 രൂപ എന്ന് പറയുന്നത് കയ്യിൽ കിട്ടില്ല. നമ്മുടെ 3000 രൂപയിലേക്കുള്ള എൻട്രി ഗെയിമാണത്. ഇത് ജയിച്ചാലാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അതാണ് ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ കാരിനുള്ള രണ്ടാമത്തെ മത്സരം, 2ാം റൗണ്ടിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതിനുള്ള ലോട്ട് എടുത്താലോ? അപ്പോ നമ്മുടെ കാരിന് 2ാം റൗണ്ടാണ്. 2ാം റൗണ്ടിലേക്കുള്ള മത്സരം വീഴാതെ വീഴണം എന്നാണ് ഗെയിമിന്റെ പേര്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവിടെ ഒരു കോൺ ടോപ്പ് പോലെ വെച്ചിട്ടുണ്ടാവും. അതിങ്ങനെ പെട്ടെന്ന് ബാലൻസ് ഇല്ലാതെ വീഴാൻ സാധ്യതയുള്ള ഒരു കോണാണ്. അതിലേക്ക് ബോളുകൾ എറിഞ്ഞ് വീഴ്ത്തുക എന്നുള്ളതാണ്. 10 എണ്ണം നിരത്തി വെച്ചിട്ടുണ്ടാകും. ഈ 10ൽ 2 എണ്ണത്തിൽ 3 എണ്ണം വെച്ചിട്ട് വീഴ്ത്തിയാൽ മതി. അത് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് വീഴ്ത്താം, മാറി മാറിയൊക്കെ വീഴാം. എറിയുമ്പോൾ എവിടെ വേണമെങ്കിലും പോയി വീഴാൻ സാധ്യതയുണ്ട്, പക്ഷേ കോൺ മറിഞ്ഞ് വീഴാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും 2 എണ്ണത്തിൽ 3 എണ്ണം വെച്ച് വീഴ്ത്തുക എന്നുള്ളതാണ്. ഇത് ചെയ്താലാണ് 3000 രൂപയുടെ എൻട്രിയിലേക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 1000 രൂപയും കൊണ്ട് വീട്ടിൽ പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് മത്സരത്തിലേക്ക് പോകാം. കാരിന്റെ 2ാം റൗണ്ട് വീഴാതെ വീഴൂ. സി കേരളം സൂപ്പർ ബമ്പറിൽ കാരലിന്റെ 2ാമത്തെ റൗണ്ട് ഇവിടെ റെഡിയാണ്. കുറേ സംഭവങ്ങൾ നമ്മൾ കോൺ നിരത്തി വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മയുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഇതിൽ നിന്നും ബോൾ എറിഞ്ഞ് വീഴ്ത്തേണ്ടത്. 10 എണ്ണം ഉണ്ട്. ഏതെങ്കിലും 2 എണ്ണത്തിൽ 3 എണ്ണം വെച്ച് വീഴ്ത്തുക. ഓക്കെ, 100 സെക്കൻഡ് ആണുള്ളത്. ഈ 100 സെക്കൻഡിനുള്ളിൽ ഈ പറഞ്ഞ കാര്യം ചെയ്താൽ നമുക്ക് 3000 രൂപയുടെ റൗണ്ടിലേക്ക് കയറുന്നതായിരിക്കും. അതായത് 2000 രൂപയുടെ മത്സരം ജയിച്ചു എന്നർത്ഥം. റെഡി അല്ലേ? എന്നാൽ പിന്നെ കയറിക്കോ, എന്തിനാ സമയം കളയുന്നത്? റെഡി ആയിക്കോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. അടിപൊളി അടിപൊളി. പല രീതിയിലൊക്കെ ഒന്ന് എറിഞ്ഞു പോയിക്കോട്ടെ, അത് മറിച്ചിടരുത്. പറ്റുന്നില്ല. ഒന്ന് സിംഗിൾ ബൗൺസ് ഒക്കെ ചെയ്യിപ്പിച്ച് നോക്കി, ചിലപ്പോൾ പറ്റുമായിരിക്കും. അങ്ങനെ അതൊന്നും കൂടി ഒക്കെ ട്രൈ, പല രീതിയിലൊന്ന് ട്രൈ ചെയ്തേക്കോ. ഉന്നമില്ല. അത് ശരി. കുവൈറ്റിൽ ഈന്തപ്പഴമൊന്നും എറിഞ്ഞ് വീഴ്ത്തിയിട്ടുള്ളത് വരെ, അതുകൊണ്ടാണ് ഞങ്ങൾക്കിവിടെ മാവിനെ അറിയായിരുന്നു. നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ഒരു അപ്പൊക്കെ കൊടുത്തേ. അതാണ്, അപ്പോഴാണ് അപ്പം ശരിയായിക്കൊണ്ടേയിരിക്കും. എല്ലാം ബൗൺസ് ചെയ്യണമെന്നില്ല, അല്ലാണ്ട് വീക്കി നോക്കി ചിലപ്പോൾ വീഴും. നേരെ ഒന്ന് ഇട്ട് നോക്കി, നേരെ ഒരെണ്ണം ഇട്ട് നോക്കി. ശരിക്കും ഒന്നും കൂടി. ഓക്കെ, ഈ ഓറഞ്ചിൽ ഒരെണ്ണം ഇട്ട് നോക്കി. കണ്ടാ, ഞാൻ പറഞ്ഞപ്പോ കണ്ടാ പയ്യെ. അതെ, വീണത് കോണായിരുന്നു, ബോളായിരുന്നില്ല. ഓക്കെ, വീണ്ടും ഒന്ന് ബൗൺസ് ചെയ്യിപ്പിച്ച് കിട്ടും. തൊട്ടടുത്ത് ബൗൺസ് ചെയ്യിപ്പിച്ച് നോക്കി. എൻ്റെ അടുത്തല്ല, അതിൻ്റെ അടുത്ത്. ഒന്നും കൂടി. 50 സെക്കൻഡ് കഴിഞ്ഞിട്ടോ. പതിയെ കൊല്ലമാ പോതും, പതിയെ ബൗൺസ് ചെയ്താൽ മതി. അൽപതിയെ, കുവൈറ്റിൽ പറഞ്ഞു നോക്കാം, അറബിയിലൊക്കെ അൽപതിയെ. അതന്നെ, അതൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച ആളെ നമ്മൾ. അതാണ് 70 സെക്കൻഡ് കഴിഞ്ഞിട്ട് കേട്ടോ. ഗെയിം മാറ്റിട്ട് കോൺ എറിഞ്ഞിടാൻ പറഞ്ഞത് ഇപ്പൊ പുഷ്പ പോലെ ജയിച്ചേനെ. ബോള് വീണു, പക്ഷെ കോണും വീണു. ഇപ്പൊ കോൺ വീണു. ബോളും വീണു, കോണും വീണു. ബോള് ഒരെണ്ണം വീണു. അതന്നെ കറക്റ്റ്. അപ്പൊ സമയം വെയിറ്റ് ചെയ്ത് നോക്ക്, കിട്ടും. ഒരെണ്ണം കിട്ടിയായിരുന്നു. ഇനി ഒരെണ്ണം ബാലൻസ് ഉള്ളൂ. 9 8 7 ഇതിൽ ട്രൈ ചെയ്തോ. 5 4 3 2 തോറ്റു.
സി കേരളം സൂപ്പർ ബമ്പർ co-powered by പാർലെ ഹൈഡ് ആൻഡ് സിക്സ് ചോക്കോ ചിപ്പ് കുക്കീസ്. അതിൽ ആദ്യത്തെ മത്സരാർത്ഥി ആദ്യത്തെ റൗണ്ടിൽ 1000 രൂപ സ്വന്തമാക്കി. പക്ഷേ രണ്ടാമത്തെ റൗണ്ടിൽ ഒന്നും സ്വന്തമാക്കിയില്ല. എന്നൊന്നും പറയണ്ട, നമ്മളൊരു ഗിഫ്റ്റ് കൂടി കൊടുക്കുന്നുണ്ട്. സന്തോഷമായോ? 4 വിഷ് മാട്രസ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ആണ്. അപ്പോൾ ഇതും ഉപകാരപ്പെടും ഗോവയിലേക്ക് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടിപൊളി ഒരു ഗിഫ്റ്റ് പിടിച്ചോ. അപ്പോ ലോട്ട് ഇവിടെ റെഡിയാണ്. നമ്മുടെ രണ്ടാമത്തെ മത്സരാർത്ഥിയെ തിരഞ്ഞെടുക്കാനുള്ള സമയമാണ്. അത് ഈ കൂട്ടത്തിൽ നിന്ന് ഒരാളെങ്കിലും വന്നിട്ട് നമുക്ക് ലോട്ട് എടുക്കണം. ഒരു കാര്യം ചെയ്യാം, എന്തായാലും ഒരുപാട് സുന്ദരിമാർ, അല്ല എല്ലാം സുന്ദരിമാരാണ്, സുന്ദരിമാരുള്ളൊരു ക്യാമ്പസ് അല്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്. ഈ സൗന്ദര്യ മത്സരത്തിനൊക്കെ പങ്കെടുക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ? അഞ്ജലി അഞ്ജലി പുഷ്പാഞ്ജലി. രണ്ടുപേരോ? അന്ന് മത്സരം തന്നെ നടത്താം. കമോൺ. സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് ധൈര്യമാണ് വേണ്ടത്. ഓക്കെ, എന്താണ് പേര്? അഞ്ജലി. അഞ്ജലി ഇവിടെ ഏതാ പഠിക്കുന്നത്? BB ഫൈനൽ ഇയർ. ഓക്കെ, ഇതിനു മുമ്പ് അപ്പൊ മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കൂട്ടുകാർ തള്ളി വിട്ടത്? അല്ല, ഇവിടെ വന്നിട്ട് ആർട്സിനൊക്കെ ചെയ്യുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ ഇനിയും ഒരുപാട് ആഗ്രഹങ്ങളുണ്ടോ അങ്ങനെ പങ്കെടുക്കണം? വിശ്വസുന്ദരി പട്ടം കിട്ടണം, അയ്യോ അല്ലേ എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ടോ? ഇല്ലേ? ഇപ്പുറത്ത് ചോദിച്ചോട്ടെ, എന്നാ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. എന്താണ് പേര്? ശ്രുതി. ശ്രുതി ഇവിടെ എന്താ പഠിക്കുന്നത്? ഞാൻ BSc ബയോടെക്നോളജി ഫൈനൽ ഇയർ ആണ്. മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കാറുണ്ടോ? അപ്പോ ഇങ്ങനെയുള്ളതിനൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പോ അഞ്ജലിയും ശ്രുതിയുമാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. നമ്മുടെ ഈ മൊത്തം മത്സരങ്ങളിൽ നിന്ന് ഒന്ന് മാറ്റി നിർത്തിയിട്ട്, ഈ മത്സരമൊക്കെ എനിക്കിപ്പോൾ വേണ്ട, ഞാൻ ഇവിടെ ഒരു സൗന്ദര്യ റാണി മത്സരം നടത്താൻ പോവുകയാണ്. ഈ മത്സരത്തിൽ ആദ്യ റൗണ്ട് എന്ന് പറയുന്നത് പുഞ്ചിരി മത്സരമായാലോ? അപ്പോൾ അഞ്ജലിയുടെ അവസരമാണ് ആദ്യം. അഞ്ജലി വളരെ മനോഹരമായിട്ട് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയം കവരുന്ന രീതിയിൽ ഒന്ന് പുഞ്ചിരിച്ചേ. അയ്യോ, അത് പൊട്ടിച്ചിരിക്കുന്നു. പൊട്ടിച്ചിരിക്കാനല്ല ഞാൻ പറഞ്ഞത്, എല്ലാവരും ഒന്ന് കൈയടിച്ചേ. മനം മയക്കുന്ന ഒരു പുഞ്ചിരി മത്സരമാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റെഡി? ചിരിച്ചോളൂ. ചിരിച്ചോ? ചിരിക്കുമല്ലേ? ആള് ചിരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി ശ്രുതിയുടെ അവസരമാണ്. അതിന്റെ മകളിൽ പോണം, അതൊക്കെ മേലെ. ഓക്കെ, അപ്പോ അടുത്തത് ശ്രുതിയുടെ അവസരമാണ്. റെഡിയല്ലേ ശ്രുതി? അപ്പോ ഒന്ന് എല്ലാവരെയും നോക്കി നന്നായിട്ടൊന്ന് പുഞ്ചിരിച്ചേ. അതന്നെ പോരട്ടെ. ഓക്കെ, നമുക്ക് എന്തായാലും മെയിൻ ഐറ്റത്തിലേക്ക് പോകാം. എല്ലാ സൗന്ദര്യ മത്സരത്തിലും എന്താ മെയിൻ പരിപാടി എന്തായിരിക്കും? റാം വാക്ക്. ശ്രുതി ഒരു കൈയ്യടി കൊടുത്തേ, അടിപൊളി. അടുത്തത് അഞ്ജലി, പ്ലീസ്. വേറെ അടിപൊളി. എടുത്തോ, ലോട്ടെടുത്തോ. ഓക്കെ, അപ്പൊ താങ്ക് യു. നമ്മുടെ രണ്ടാമത്തെ മത്സരാർത്ഥി ആരാണ് എന്ന് നോക്കാനുള്ള സമയമാണ്. ഞാൻ നോക്കി. ഇനി അത് ആരാണ് എന്ന് പറയാനുള്ള സമയമാണ്. അതാരായിരിക്കും? ഓക്കെ, പറയട്ടെ. എന്റെ കൈ കിട്ടിയ പേരാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അനാമിക. നമസ്കാരം അനാമിക. നമസ്കാരം. ഇവിടെ എന്താണ് പഠിക്കുന്നത്? BSc ബയോടെക്നോളജി ഫൈനൽ. എന്തൊക്കെയാണ് അനാമികയുടെ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ? ആഗ്രഹങ്ങൾ ഡാൻസർ ആവാനാണ്. ആണോ? അടിപൊളി. ഒരു കൈയ്യടി കൊടുത്തേ. ഇവിടെ ഒരു പെർഫോമൻസിന് സാധ്യതയുണ്ട് അപ്പോ, അല്ലേ? നമുക്കൊരു ഡാൻസ് കളിക്കാം. എന്തായാലും അനാമികയുടെ ഗെയിമിന്റെ പരിപാടികളൊക്കെ അറിയാലോ അല്ലേ? നമുക്ക് ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 1000 രൂപ കിട്ടുന്ന ഗെയിമാണ്. 120 സെക്കൻഡ് ആണ് സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊരു ലോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പണി മേടിക്കാം, എന്നിട്ട് പണം മേടിക്കാം. ഓക്കെ, അപ്പോൾ അനാമികയ്ക്കുള്ള ആദ്യത്തെ പണി നമ്മൾ ചോദിച്ച് മേടിക്കാൻ പോവാണ് പണിപ്പെട്ടിയുടെ അടുത്തുനിന്ന്. അനാമികയുടെ ആദ്യത്തെ മത്സരത്തിന്റെ പേരാണ് ഉന്തുവണ്ടി. ഒരു ഉന്തുവണ്ടി നമ്മളിവിടെ കൊണ്ടുവരും. കൂട്ടത്തിൽ നിന്നും നല്ല ഘടാഘടിയനായ ഒരു സുഹൃത്തിനെ വിളിക്കണം, ആരോഗ്യമുള്ളത്. എന്നിട്ട് അനാമിക ആ ഉന്തുവണ്ടിയിൽ കയറിയിരിക്കണം.
ഈ സുഹൃത്തിനോട് ഉന്താൻ പറയണം. എന്നിട്ട് ഈ നിൽക്കുന്ന ഓഡിയൻസ്, അതായത് കൂട്ടുകാരിമാരെല്ലാവരും അവിടുന്ന് ബോൾ എറിയും അനാമികയുടെ അടുത്തേക്ക്, ഇങ്ങനെ ബൗൺസ് ചെയ്ത് എറിഞ്ഞുകൊണ്ടിരിക്കും. ഈ എറിയുന്ന ബോളുകൾ കോരി മടിയിൽ നിറയ്ക്കുക, മടിയിലുള്ള പാത്രം നിറയ്ക്കുക. അതാണ് ഗെയിം. ഓക്കെ, ആ മത്സരത്തിന് മുമ്പ് അനാമികയുടെ ഒരു ഡാൻസ് ആയാലോ? ഒരു 1000 രൂപ സ്വന്തമാക്കണം ആദ്യം തന്നെ. അപ്പൊ അതിനുള്ള ഉന്തുവണ്ടിക്കുള്ള റെഡി അല്ലേ? ഓക്കെ, അനാമികയ്ക്ക് ആദ്യത്തെ റൗണ്ടാണ് ഉന്തുവണ്ടി. ഉന്തുവണ്ടിയിൽ അനാമികത അംഗപ്പുറപ്പാടിന് റെഡി ആയിരിക്കുകയാണ്. രഥത്തിലൊക്കെ ഇരിക്കുന്ന പോലെ ആളിരിക്കുന്നത്. ഒരു രസമല്ലേ അങ്ങനെ ഇരിക്കാനായിട്ട്? പിന്നെ നല്ല രസം. ഈ പണ്ട് പാളവണ്ടിയിൽ ഇങ്ങനെ ഞെരുക്കി കളിച്ചിട്ടുണ്ടോ? അതുപോലെ അല്ലേ? അപ്പൊ ഇനി ഇത് ഉന്താൻ ഒരാളെ വിളിക്കണമല്ലോ. ആരായിരിക്കും അത്? ശ്രീപ്രിയ. ശ്രീപ്രിയ എവിടെയാണ്? ശ്രീപ്രിയ ഓടിവാ. ശ്രീപ്രിയ, ശ്രീപ്രിയ ഒരേ ക്ലാസ്സിലാണോ നിങ്ങൾ രണ്ടാളും പഠിക്കുന്നത്? അല്ല. പിന്നെന്തുകൊണ്ടാണ് ശ്രീപ്രിയനെ വിളിക്കാൻ കാരണം? ഇത് പൊക്കി ഉന്തിക്കൊണ്ട് നടക്കാൻ പറ്റുമല്ലോ അല്ലെ ശ്രീപ്രിയ? ശ്രമിക്കാം. ഓക്കെ, ചുറ്റും നിൽക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ബോളുകൾ ചെറപറ എറിയരുത്. ഒരു താളത്തിലൊക്കെ എറിഞ്ഞ് ഇവർക്ക് ഇത് കളക്ട് ചെയ്യാനുള്ള ഒരു സമയം കൊടുക്കുക. അപ്പോൾ അനാമികയുടെ ആദ്യത്തെ റൗണ്ട് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. 12 ബോളെങ്കിലും റെഡി ആക്കണം 120 സെക്കൻഡിനുള്ളിൽ. കേട്ടോ അനാമിക? തുടങ്ങാം. റെഡി ഒന്ന് കൈയടിച്ചേ. 1 2 3 സ്റ്റാർട്ട്. അത്രേ ഉള്ളൂ. അത് ശരി. ഇടത്തോട്ടോ വലത്തോട്ടോ എന്നാണ്. ചെറപറ അറിയല്ലേ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഞാനും ഹെൽപ്പ് ചെയ്യാം. പിടിച്ചോ. പയ്യറി. അതല്ലെങ്കിൽ നടക്കില്ല. പയ്യറി. ആ, കിട്ടും. പയ്യറിഞ്ഞാതി. എല്ലാവർക്കും അവസരമുണ്ട്. അനാമികയോട് എല്ലാവർക്കും ഭയങ്കര സ്നേഹം. ചറപറാന്നാണ് എറിയുന്നത്. ചറപറാത്. ഓക്കെ, അടിപൊളി. ഇവരതെ അനാമികേനെയാണോ എറിയുന്നത് എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഓക്കെ, ഇതിനകത്തെ അനാമികയ്ക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അടുത്തിടേണ്ടത് കേട്ടോ. എടുത്തോടുക്ക്. ഇതിപ്പോ ഒരുപാട് കളക്ഷനാണ് കേട്ടോ. അനാമിക കൂട്ടത്തിൽ ഇപ്പൊ 12 എണ്ണെങ്കിലും ആയിണ്ടാവോ ബക്കറ്റില്? ഒരു ഏകദേശം 12 എണ്ണം ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ഗെയിം നിർത്താം. എറിഞ്ഞു കൊടുക്ക്. അടിപൊളി. അനാമിക തിരിച്ച് അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുന്നു. അതെന്തിനാണ്? ബക്കറ്റിൽ നിറയ്ക്കാൻ. അടിപൊളി. അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ആ ബക്കറ്റിലുള്ളടത്ത് തിരിച്ചു കൊടുക്കല്ല കേട്ടോ. അതാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്. മതി. തിരിച്ച് കൊടുക്കും. അതന്നെ. എനിക്ക് തോന്നുന്നു 12 കൂടുതലായിരുന്നു. ഓക്കെ, അനാമിക നമുക്ക് അതൊന്ന് എണ്ണി നോക്കിയാലോ? 1 2 ആ കൂടാൻ അതിലേക്ക് വരാം. ഓക്കെ, 3 4 5 6 7 8 9 10 11 12. അടിപൊളി. അനാമിക തകർത്തല്ലോ. 12ഉം അതിലേറെയും സ്വന്തമാക്കിയിരിക്കുകയാണല്ലോ. അനാമികയ്ക്ക് എന്താ തോന്നുന്നത്? അവർ ആരെയാണ് എറിഞ്ഞത്? എന്നെ ആയിരിക്കും. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു കൂട്ടുകാരത്തിന്റെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു അനാമികയുടെ ആ കൊണ്ട് നടത്തലുള്ള പരിപാടികള്? ഇവക്ക് ഇത്രയും ഭാരം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴറിഞ്ഞത്. സത്യം പറഞ്ഞ ഹോസ്റ്റലിൽ സ്വന്തം ഫുഡ് എടുത്ത് കഴിച്ചിട്ട് മനസ്സിലായില്ലായിരുന്നു? ഇല്ല. ഓക്കെ, എന്തായാലും 1000 രൂപ നമ്മുടെ അനാമികയ്ക്ക് സ്വന്തമായി കിട്ടിയിരിക്കുന്നു. നല്ലൊരു കൈയടി കൊടുത്തേ. ഇനി ആ 1000 രൂപ കയ്യിലേക്ക് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വരാനുള്ള സമയമായി. ഓക്കെ,
സി കേരളം സൂപ്പർ ബമ്പർ co-powered by പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ co-powered by പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. അതിൽ നമ്മുടെ രണ്ടാമത്തെ മത്സരാർത്ഥി അനാമിക 1000 രൂപ സ്വന്തമാക്കിയിരിക്കുന്നു. അപ്പൊ ഈ 1000 രൂപയ്ക്ക് എന്ത് ചെയ്യും? ട്രീറ്റ് ചെയ്യണം. ആ ശവാ, 500 കയ്യിലുള്ളൂ. കുഴപ്പമില്ല, നമുക്ക് കൂടുതൽ കാശിൽ നിന്ന് സ്വന്തമാക്കാലോ. അതിനുള്ള അടുത്ത ഗെയിം നമുക്ക് എടുക്കാം. റെഡി അല്ലേ? എടുക്കാം. എന്നാ വാ. അപ്പോ കയ്യിൽ പകുതി കാശേ ഉള്ളൂ എന്ന വിഷമത്തിലാണ് അനാമിക. കൂടുതൽ കാശ് ഒപ്പിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് അല്ലേ? ഓക്കെ, അടിപൊളി. ഇത് മുഴുവൻ കാശും സ്വന്തമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. ഓക്കെ, അടുത്ത 2000 രൂപയുടെ ഗെയിം, 3000ലേക്കുള്ള എൻട്രി ഗെയിം ആണിത്. ആ ഗെയിമിന്റെ പേരാണ് തട്ടലും പൊട്ടലും. കുറേ ബലൂൺ തരും തട്ടാനും പൊട്ടിക്കാനായിട്ട്. ഒറ്റ കാര്യമുള്ളൂ, ഇവിടെ ഇങ്ങനെ നിറഞ്ഞ് കുറേ ബലൂൺ കിടക്കുന്നുണ്ടാവും. ഒരു ബലൂൺ കയ്യിലെടുത്തിട്ട് അതിങ്ങനെ നിലത്ത് വീഴാതെ തട്ടിക്കൊണ്ടേയിരിക്കും. അത് ഒരു കാരണവശാലും നിലത്ത് വീഴരുത്. ഒപ്പം നിലത്ത് കിടക്കുന്നത് ചവിട്ടി പൊട്ടിക്കണം. ചവിട്ടി പൊട്ടിച്ച് ഓക്കെ. അപ്പോൾ അതാണ് ഗെയിം എന്ന് പറയുന്നത്. നിലത്ത് കുറേ ബലൂണുകൾ ഉണ്ടാകും. ഒരു ബലൂൺ തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം പൊട്ടിക്കുക. അതാണ് ഗെയിം. ഈ ഗെയിം 100 സെക്കൻഡാണ് സമയം. 100 സെക്കൻഡിന് ഉള്ളിൽ അനാമിക ജയിച്ചു കഴിഞ്ഞാൽ അനാമികയ്ക്ക് 3000ന്റെ റൗണ്ടിലേക്ക് കിടക്കാവുന്നതാണ്. നമുക്ക് പോകാം. തട്ടലും പൊട്ടലും. നമ്മുടെ അനാമിക റെഡിയാണ്. കയ്യിലുള്ള വെള്ള ബലൂൺ നിലത്ത് വീഴാതെ എയറിൽ തട്ടിക്കൊണ്ടേയിരിക്കുക. താഴെ കിടക്കുന്ന ഈ നീലയും ഓറഞ്ചും ഒക്കെ ചവിട്ടി പൊട്ടിക്കുക. മൊത്തം പൊട്ടിക്കണം കേട്ടോ. 100 സെക്കൻഡാണ് സമയം. തുടങ്ങാം നമുക്ക്. അപ്പോൾ റെഡി, 1 2 3 സ്റ്റാർട്ട്. ഒന്ന്. അമ്മേ, ഇത് എന്നോടുള്ള വാശിയാണോ എന്നാണ് എന്റെ ഡൗട്ട്. പോട്ടെ, ഇതൊക്കെ സിമ്പിൾ ആയിട്ട് പറ്റും. അത്രേ ഉള്ളൂ. ആ ബലൂൺ കിടക്കണത്തേക്ക് അതന്നെ. പോട്ടെ പോട്ടെ പോട്ടെ. അടിപൊളി 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 അടിപൊളി. മിടുക്കി. 2 എണ്ണൊക്കെ ഒരുമിച്ച് പൊട്ടിച്ചു. ആടി. പൊട്ടിക്ക് പൊട്ടിക്ക് പൊട്ടിക്ക്. അതന്നെ അതന്നെ. അടിപൊളി. അത് അഴകി വന്നു. പൊട്ടിക്ക്. അടിപൊളി. പൊട്ടിക്ക് പൊട്ടിക്ക്. നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിക്കും. നിങ്ങൾ ഇത് കാണുന്നവർ പേടിച്ച് നിൽക്കുന്ന കൂട്ടാണല്ലോ. ഇപ്പൊ തീരും. 50 സെക്കൻഡ് കഴിഞ്ഞ് സമയമുണ്ട്. പൊട്ടിക്ക്. ഇനി നിങ്ങൾ വാ. അതന്നെ. ഇനി ഇതേ വെറും 2 എണ്ണം. 2 എണ്ണം. മിടുക്കി. ഇവിടെ വരണം. ലാസ്റ്റ് വൺ. ഇങ്ങോട്ട് കൊണ്ടുവാ. ഇവിടെ ഇവിടെ ഇവിടെ. അവർ കാര്യം പിടിച്ചേ. അതെന്നിട്ട് അവിടെ വെച്ചേ. അതങ്ങനെ എവിടെ പിടിച്ചേ നോട്ടെ. അടിപൊളി. എന്താ നാമികേ, 100 സെക്കൻഡ് സമയം തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 70 സെക്കൻഡിലാണ് ഇതൊക്കെ ചവിട്ടി പൊട്ടിയത്. എന്നിട്ട് പരിപാടി അത് ചുമ്മാ ഒരു രസം അല്ലേ? ഓക്കെ, എന്തായാലും അടിപൊളി ഗെയിം ആയിരുന്നു. നല്ല ഉഷാറായിട്ട് ഫാസ്റ്റ് ആയിട്ട് മത്സരിച്ചു. എനിക്ക് തോന്നുന്നു ഒരു കൈയോടി കൊടുക്കാന്ന് തോന്നുന്നു നമ്മുടെ അനാമികയ്ക്ക്. ഓക്കെ, ഇനി നമുക്ക് അനാമിക ഡാൻസർ ആണല്ലോ, അതുകൊണ്ട് 3000 രൂപയുടെ ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പ് അനാമികയ്ക്ക് എൻ്റെ വക ഒരു സമ്മാനമായിട്ട് ഇവിടുത്തെ തന്നെ കൂട്ടുകാരികളുടെ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് സമ്മാനമായിട്ട് കൊടുക്കുന്നു.
എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? നല്ല എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നല്ലേ, പൊളിച്ചടുക്കി നമ്മളിവിടെ. അപ്പൊ അനാമികയ്ക്ക് ആദ്യത്തെ റൗണ്ട് ജയിച്ചതിന്റെ 1000 രൂപ കൊടുക്കാനുണ്ട്. 1000 രൂപ തന്നാലോ? സന്തോഷല്ലേ? എന്താ സന്തോഷം? 1000 രൂപ. ഓക്കെ, സന്തോഷം. ഇനി അനാമികയ്ക്ക് 3000 രൂപ സ്വന്തമാക്കാനുള്ള ഗെയിമാണ്. ആ ഗെയിമിന്റെ ലോട്ടാണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. അതും ഒരു അടിപൊളി ഗെയിം ആയിരിക്കും. എനിക്ക് ഉറപ്പുണ്ട് അനാമിക അത് പൊളിച്ചടുക്കി വിജയിച്ച 3000 രൂപയും കൊണ്ട് ഇവിടുന്ന് പോകുമെന്ന്. ഉറപ്പല്ലേ? ലോട്ടെടുത്തോ. ഗെയിമിന്റെ പേരെന്ന് പറയുന്നത് കടിപിടി. ഇവിടെ കുറെ നമ്മുടെ സ്മൈലി ബോൾസ് ഇല്ലേ, ആ ബോൾസ് വെച്ചിട്ടുണ്ടാവും. ഒപ്പം കുറച്ച് ദൂരം മാറിയിട്ട് നമ്മളൊരു ബക്കറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ ബോൾ ഇങ്ങനെ കടിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് ഇങ്ങനെ ഊതി വീഴ്ത്തിക്കണം ഈ ബക്കറ്റിലേക്ക്. റെഡിയല്ലേ? അനാമികയ്ക്ക് 3000 രൂപ സ്വന്തമാക്കാനുള്ള ഗെയിം കടിപിടി. അനാമിക 3000 രൂപ സ്വന്തമാക്കാനുള്ള ഗെയിമുമായിട്ട് ഇവിടെ റെഡി ആയിട്ട് നിൽക്കാണ്. അനാമികയ്ക്കുള്ള മഞ്ഞ ബോളുകൾ നമ്മുടെ സ്മൈലീസ് ഇവിടെ ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഇനി പേടിക്കണ്ട. അനാമിക എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനാമിക അറിയാലോ, ഇത് കടിച്ചെടുക്കുക. എന്നിട്ട് ആ പച്ച വളയം കണ്ട അതിൽ അനാമിക പോയി നിൽക്കണം. എന്നിട്ട് അവിടെ നിന്ന് ചാടി അത് ഊതി നമ്മുടെ ആ കാണുന്ന ബക്കറ്റിലേക്ക് വീഴ്ത്തണം. 80 സെക്കൻഡ് സമയമാണ് ഉള്ളത്. ഈ 80 സെക്കൻഡ് സമയത്തിനുള്ളിൽ 8 എണ്ണം അതിൻ്റെ ഉള്ളിൽ വീഴണം. അപ്പോൾ ബോൾ എടുത്തോ, തുടങ്ങിക്കോ, സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. റെഡി? 1 2 3 സ്റ്റാർട്ട്. അനാമിക തുടങ്ങി കഴിഞ്ഞു. 80 സെക്കൻഡിൽ അത് വീണില്ല. എന്റെ അടുത്തേക്ക് വരുന്നു. അത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, പേടിക്കണ്ട. പോരട്ടെ. അത് തെറിച്ചുപോയി. പോരട്ടെ, കുറച്ചുകൂടി ഹൈറ്റിലേക്ക് വരട്ടെ. 8 എണ്ണം നമുക്ക് ഇടണം. 1 അടിപൊളി അടിപൊളി. അടുത്തത് 2. അനാമിക സൂപ്പർ സൂപ്പർ. 3. അതത്ര സൂപ്പർ അല്ല. അടുത്തത് 25 സെക്കൻഡായി. അത് പുറത്തേക്ക് പോയി. ടെൻഷൻ വേണ്ട ടെൻഷൻ വേണ്ട ടെൻഷൻ വേണ്ട ടെൻഷൻ വേണ്ട. പോരട്ടെ പോരട്ടെ. അത് അപ്പുറത്തേക്ക് പോയി. 30 സെക്കൻഡ്. 3 എണ്ണം. അടിപൊളി അടിപൊളി. അടുത്തത് അടുത്തത് അത് അപ്പുറത്തേക്ക് പോയി. 40 സെക്കൻഡ് 40 സെക്കൻഡ് 40 സെക്കൻഡ്. പോരട്ടെ പോരട്ടെ പോരട്ടെ. 40 പോരട്ടെ. അത് അപ്പുറത്തേക്ക് പോയി. അയ്യോ അടിപൊളി. പക്ഷേ ഇതൊക്കെ ഇതെന്തൊരു സിമ്പിൾ ഗെയിമാ, നടക്കണല്ലോ. 50 സെക്കൻഡ് 50 സെക്കൻഡ്. അത് അപ്പുറത്തേക്ക് പോയി. കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കുക. കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കുക. കിട്ടും കിട്ടും, കുഴപ്പമില്ല. 3 എണ്ണം വീഴ്ത്തിയിട്ടുണ്ടല്ലോ. 60 സെക്കൻഡ് 60 സെക്കൻഡ്. അയ്യോ പോരട്ടെ പോരട്ടെ പോരട്ടെ. കിട്ടും. 8 7 6 5 4 3 2 1. തോറ്റുപോയി. അനാമിക അതിഗംഭീരമായിട്ട് മത്സരിച്ചു, പക്ഷേ തോറ്റുപോയി. പക്ഷേ തോൽവി വിജയത്തിന് മുന്നോടിയാണ് എന്നാണല്ലോ നമ്മൾ പറയാറ്. കാരണം വേറെയും ഒരുപാട് സമ്മാനങ്ങൾ നമ്മൾ തരുന്നുണ്ട്. 3000 രൂപയിൽ നിന്ന് നമ്മൾ പുറത്തായി, പക്ഷെ 1000 രൂപയും പിന്നെ കുറേ സമ്മാനങ്ങളുമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനാമിക തോറ്റപ്പോൾ എനിക്കൊന്ന് വിഷമമായി. കാരണം അനാമിക എല്ലാ റൗണ്ടും വളരെ എനർജറ്റിക് ആയിട്ടാണ് മത്സരിച്ചത്. ഒരു നല്ല കൈയടി കൊടുത്ത അനാമികയ്ക്ക്. കാരണം എല്ലാ ഗെയിമും അനാമികയ്ക്ക് കിട്ടിയത് കുറച്ച് ടഫ് ഗെയിംസ് ആയിരുന്നു. പക്ഷെ അനാമിക അതൊന്നും വകവെക്കാതെ അങ്ങട് അർമാദിച്ച് മത്സരിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അനാമികയ്ക്ക് എന്ത് തോന്നുന്നു ഇപ്പോ? ഇതൊന്നും കൂടി കളിച്ചിരുന്നെങ്കിൽ കൊള്ളാന്ന് തോന്നുന്നു. അങ്ങനെ ഒന്നും കൂടി റീടേക്ക് സാധ്യത ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ജീവിതത്തിൽ റീടേക്ക് ഇല്ല എന്നാണല്ലോ പറയാറ്. കുഴപ്പമില്ല, ഇനി ഒരു അവസരത്തിലാവാം നമുക്ക് വേറെ ഗെയിമുമായിട്ട്. റെഡി അല്ലേ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാൻ ചോദിച്ചില്ലായിരുന്നു ഇത്ര നേരമായിട്ട്. ഉമ്മച്ചി, വാപ്പ, അനിയൻ, അനിയത്തി. ഈ അനിയനും അനിയത്തിയൊക്കെ എന്ത് ചെയ്യുന്നു? അനിയൻ +2, അനിയത്തി 9ാം ക്ലാസ്. അപ്പോ എന്തായാലും 1000 രൂപയും ഒപ്പം നമ്മൾ 2 ഗിഫ്റ്റുകളാണ് തരുന്നത്. ഒന്ന് ഫോർവിഷ് മാട്രസ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനമുണ്ട്. ഒരു നല്ല കൈയടി കൊടുത്തേ. പ്രോത്സാഹനമാണല്ലോ മുന്നോട്ടുള്ള വിജയത്തിന് കാരണം എന്ന് പറയുന്നത്. അടുത്തത് ഫാൻലി നൽകുന്ന ഒരു അടിപൊളി സമ്മാനമുണ്ട്. അതിനും ഒരു നല്ല കൈയടി കൊടുത്തേ. അപ്പോൾ വീണ്ടും കാണാം. ടാറ്റ. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ സൂപ്പർ ബമ്പർ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. തിരുവല്ല
വുമൻസ് കോളേജിൽ, സെന്റ് മേരീസ് വുമൻസ് കോളേജിലായിരുന്നു. അതിഗംഭീര മത്സരമായിരുന്നു, അതിഗംഭീര സപ്പോർട്ടായിരുന്നു നമുക്ക് അവിടെ നിന്ന് കിട്ടിയത്. ഇവിടെ മത്സരിച്ചവർക്കും ഒപ്പം ഒരുപാട് നല്ല പെർഫോമൻസ്, നമുക്ക് ടീച്ചർമാരടക്കം നമ്മളെ ഞെട്ടിപ്പിക്കുന്ന പെർഫോമൻസ് ഇവിടെ കാഴ്ചവെക്കുകയുണ്ടായി. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയ ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു ഇന്നത്തെ നമ്മുടെ സൂപ്പർ ബമ്പർ എന്ന് പറയുന്ന ഈ ഒരു പരിപാടി. എന്തായാലും ഒരിക്കൽ കൂടി വലിയൊരു നന്ദി സെന്റ് മേരീസിലുള്ള എല്ലാവർക്കും. താങ്ക് യു. ഇനി ചിലപ്പോൾ അടുത്ത ദിവസം നിങ്ങളുടെ നാട്ടിലായിരിക്കാം, നിങ്ങളുടെ ഇടയിലായിരിക്കാം നമ്മളിങ്ങനെ സൂപ്പർ ബമ്പറിൽ 25,000 രൂപയുടെ ഗെയിമും ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ അവിടെ വരാനും നേരിട്ട് കാണാനുമുള്ള ഭാഗ്യം ഉടനെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. ഗുഡ് ബൈ.